ഇന്നത്തെ കാലത്ത് ഈ പ്രേതം യക്ഷി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ നമ്മളെ കളിയാക്കും. എങ്കിലും നമുക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയാം. കുറേ വർഷം മുമ്പാണ്, ഒരു കറക്റ്റായിട്ട് പറഞ്ഞാൽ 2010 2011 എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഞാനും നമ്മളെ ഒരു 4 ഫ്രണ്ട്സും കൂടെ 3-4 ഫ്രണ്ട്സ് നമ്മളെല്ലാവരും കൂടെ റോഡിൽ ഇങ്ങനെ ഇരിക്കുക. രാത്രി ഒരു 8-8:30 ആ സമയം കൊണ്ടാണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നെങ്കിൽ ആ സമയമായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അതിൽ അന്ന് ഈ ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ആൻഡ്രോയിഡ് ഫോണുണ്ട്, ബാക്കി എല്ലാവരും എല്ലാം നോക്കിയും ഈ ചൈനയുടെ ഫോണുകളൊക്കെയാണ് കൂടുതലിരിക്കുന്നത്. അപ്പോഴും എൻ്റെ കൂടെ വീഡിയോ ചെയ്യുന്ന മറ്റേ ഒരു വെളുത്ത പയ്യല്ലേ, അവനാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത്, മറ്റേ തടിച്ച വെളുത്ത അവൻ. അപ്പോഴവൻ അവൻ്റെ ഫോണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫോട്ടോയോ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫോട്ടോ എടുക്കുക എന്തോ ചെയ്തുകൊണ്ട് അയാളെ പേഴ്സണൽ കാര്യം എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് പിന്നെ ഈ ആൻഡ്രോയിഡ് ഫോണുള്ളവൻ അവൻ്റെ ഫോണിൻ്റെ ബാറ്ററി എങ്ങാണ്ട് ഊരിയിട്ട് ബാറ്ററി തിരിച്ചിട്ട് വീണ്ടും ഓൺ ചെയ്ത് ക്യാമറ എടുത്ത ഈ ഫോൺ ഉപയോഗിക്കുന്ന പയ്യൻ്റെ കൈയും അവൻ്റെ ഫോണും കൂടെ വെച്ചിട്ടൊരു ഫോട്ടോ എടുത്ത്. അപ്പോഴും ഫോട്ടോയിൽ അവൻ്റെ കൈയും കാണാം, അവൻ്റെ ഫോണും അവൻ്റെ കൈ ഇരിക്കുന്നതായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഒരു ഫോട്ടോ, അത് സിംഗിൾ ഫോട്ടോ എടുത്ത് അവൻ അത് ഗാലറി സേവ് ആയി കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവ ആ ഫോട്ടോ എടുത്തിട്ട് കാണിച്ച് അളി ഇതൊന്ന് നോക്കണമെന്ന് പറഞ്ഞ് കാണിച്ച് നോക്കിയപ്പോഴത്തേക്ക് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മറ്റേ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പയ്യല്ലേ ഫോട്ടോയിലുള്ള, അവൻ്റെ കൈ സൂം ചെയ്തപ്പോഴത്തേക്ക് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പെണ്ണിങ്ങനെ നിൽക്കുകയാണ്. ഒരു പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിയൊക്കെ ഒരു സൈഡിലോട്ട് ഇട്ടിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ മുടി കിടക്കുകയാണ്, ഇങ്ങനെ ഒരു സൈഡിലോട്ട് മുടി കിടക്കുന്നു. മുഖമൊക്കെ ഒരുമാതിരി വെള്ള കളർ പൊട്ടി നമ്മൾ ഈ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ഹൊറർ ആ ഒരു രീതി. അപ്പോഴും മുഖമൊക്കെ ഇങ്ങനെ പൊട്ടിയിരിക്കുന്നു, വെള്ള ഡ്രസ്സായിട്ടാക്കുന്നത്. ആ പെണ്ണിങ് കറക്റ്റായിട്ട് നമ്മൾ ആ ഫോണിലോട്ട് നോക്കുന്നത് തുറിച്ച് തന്നെ നോക്കുകയാണ്, അങ്ങനെ നോക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആർക്കാനും പേടി വന്നു, ആ രീതിയിലാണ് ആ പെണ്ണ് നോക്കുന്നത്. ആ പെണ്ണ് എവിടെയോ കണ്ടിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ ആരാണെന്ന് അങ്ങോട്ട് നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല, എവിടെയോ കണ്ടിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം നമുക്ക് അപ്പോഴും തന്നെ എല്ലാവർക്കും ചെറുതായിട്ടൊരു പേടി തോന്നി. എങ്കിലും നമ്മൾ നല്ലൊരു ഇരിക്കില്ല, അതിനെക്കൊണ്ട് നമ്മളൊരു ധൈര്യം സംഭരിച്ചിട്ട് അതൊന്നും ഇല്ലാതെ വേറെ എന്തെല്ലാം ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മളത് കളഞ്ഞു. എന്നാലും പതുക്കെ നമ്മൾ ഓരോരുത്തർ അവിടെ നിന്ന് പോയി. ഈ ഒരു സംഭവം ആയുണ്ട്. എത്രയൊക്കെ ആയാലും രാത്രി ഇരുന്നൊരു ഫോട്ടോ എടുക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു രൂപമല്ല, അത് വ്യക്തമായിട്ട് കാണാം, ഒരു പെണ്ണിന് നല്ല വ്യക്തമായിട്ട് കാണാനകത്ത്. സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റത്തുള്ളൂ, പക്ഷേ പെട്ടെന്ന് കാണാൻ പറ്റില്ല. അവൻ ഇപ്പം ഈ ഫോൺ കൈ വെച്ചാക്കുന്നത് ഇവിടെയാണ് അത് ആ പെണ്ണിൻ്റെ ആ പടം ഉള്ളത്, ആ പെണ്ണ് നിൽക്കുന്ന രൂപമുള്ളത്. അതിങ്ങനെ സൂം ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ആ പെണ്ണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനെ അറിയാൻ പറ്റുന്നുണ്ട് നമുക്ക്. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ആ പരിസരത്തോട്ട് പോയതുമില്ല, അവിടെ പോയി ഇരിക്കാനും പോയില്ല. രാത്രിയാണ് സംഭവം, ഒരു 8-8:30-9 മണിക്ക് അടുത്താണ്. അപ്പോഴവിടെ വീടെന്ന് തോന്നുന്നു. നമ്മൾ ഇപ്പോൾ അവിടെ വേറെ വീടൊക്കെ വന്ന് ഇപ്പോൾ എത്ര വർഷമായി, ഒരു 10-12-13 വർഷമാകുമെന്ന് തോന്നുന്നു. ഇപ്പോൾ അവിടെ വേറെ വീടൊക്കെ വന്ന് ഭയങ്കര ആളും തിരക്കൊക്കെയായി. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എപ്പോഴും ആൾ കാണത്തില്ല, ഒരു പോസ്റ്റ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ ആകുമ്പോൾ. അങ്ങനെ ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് അവിടെ അങ്ങ് പോയില്ല. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം, കുറേ അല്ല എങ്കിലും ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ 2 സംഭവം ഉണ്ടായി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ന്യൂസിൽ കണ്ടതാണ്. ഒരു പുള്ളിക്കാരൻ, അത് മാതൃഭൂമിയിലോ ഏതൊരു പത്രത്തിനകത്ത് കണ്ട ന്യൂസാണത്. ഈ പുള്ളിക്കാരൻ പുതിയൊരു ഫോൺ വാങ്ങിച്ചിട്ട്, സാംസങ്ങിൻ്റെ ഏതോ ഒരു ഫോൺ വാങ്ങിച്ചിരുന്നു. ഫോൺ വാങ്ങിച്ചിട്ട് ഇയാൾ പിന്നെ ബീച്ചിലെങ്ങാണ്ട് പോയി, ബീച്ചിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുത്തു, ആകാശത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. അത് ന്യൂസിൽ കണ്ട കാര്യമാണ്, അത് എനിക്ക് നേരിട്ടല്ല, ചിലപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇയാൾ ഒരു ഫോട്ടോ എടുത്തപ്പോഴത്തേക്ക് ആ ഫോട്ടോയ്ക്കകത്ത് എന്തോ ഒരു സാധനം നീങ്ങിപ്പോണെന്നാണ് കാണുന്നത്. ഒരു ഈ പറക്കം തളിനകത്ത് ലൈറ്റ് ഇങ്ങനെ നീങ്ങിപ്പോണെന്ന് ആ ഫോട്ടോയ്ക്കകത്തുള്ളത്. ഇയാൾ അത് ക്യാമറ മാറ്റിയിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒന്നും കാണുന്നില്ല. ഇയാൾ വീണ്ടും അത് വെച്ചിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ നീങ്ങിപ്പോണത് കാണുന്നത്. ഫോട്ടോ അല്ല, വീഡിയോയാണ്, നീങ്ങിപ്പോണുണ്ട്. പക്ഷേ ഇയാളെ കണ്ണിൽ അത് കാണുന്നില്ല, ഫോട്ടോ വീഡിയോയ്ക്കകത്ത് അത് കാണുന്നുണ്ട്. സാംസങ്ങിൻ്റെ എന്തോ ഒരു ഫോൺ കണ്ടാണത്. അത് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് കറക്റ്റ് കാണുന്നത്. ഇയാൾ ആ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് കണക്ക് അയാൾ ഏതോ ഇച്ചിരി നല്ല പൊസിഷനിലുള്ള ഒരാളാണെന്ന് തോന്നുന്നത്. ഇയാൾ അത് ഇതിനൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്ക് അവർ പറയാൻ കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ആപ്ലിക്കേഷനുമായിട്ട് ഇത് ഈ ക്യാമറയുടെ വീഡിയോ ക്യാമറ എന്തെങ്കിലും ഈ ആപ്ലിക്കേഷൻ തങ്ങളിൽ എന്തെങ്കിലും ജോയിൻ്റ് ആയി, അല്ലെങ്കിൽ അത് ടെക്നിക്കലി പറയേണ്ട കാര്യം എനിക്ക് അറിയത്തില്ല, തങ്ങളിൽ എങ്ങനെന്തോ കണക്റ്റ് ആയി അങ്ങനെ വല്ലതും സംഭവിച്ചാണെന്നാണ് അയാൾക്ക് അറിയാൻ കഴിഞ്ഞത്. അത് ഇയാൾ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്ക്. അങ്ങനെ അത് ഒരു സംഭവം. ഇനി വേറൊരു സംഭവം ഉണ്ടായി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിനകത്ത്, അതും ന്യൂസിനകത്ത് കണ്ട കാര്യമാണ് ഞാൻ. വീട്ടിനകത്ത് ഒരു അമ്മുമ്മയും ഒരു പയ്യനുണ്ട്. പയ്യൻ്റെ അമ്മുമ്മയാണ്, 2 പേരെ കണ്ട് ഉള്ളതെന്ന് തോന്നുന്നു ആ വീട്ടിൽ. അപ്പോൾ ഈ പയ്യൻ ഫോണിൻ്റെ ക്യാമറ ഓൺ ചെയ്തിട്ട് അതിൻ്റെ നെഗറ്റീവ് മോഡുണ്ടല്ലോ, നമ്മളെ വീഡിയോ തന്നെ പല എഫക്റ്റ് ഉണ്ടല്ലോ, അപ്പോഴത്തേക്ക് അതിന് നെഗറ്റീവിൻ്റെ ആ ഒരു എഫക്റ്റ് അങ്ങോട്ട് ഇട്ടിട്ട് ഈ പയ്യൻ ഈ ക്യാമറ എടുത്ത് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് എന്തൊക്കെയോ രൂപങ്ങൾ, പക്ഷെ കണ്ണിന് കാണാൻ പറ്റുന്നില്ല, നേരിട്ട് കാണാൻ പറ്റുന്നില്ല. ക്യാമറയ്ക്കകത്ത് നോക്കിയപ്പോഴത്തേക്ക് എന്തൊക്കെയോ രൂപങ്ങൾ ഇങ്ങനെ ഈ വീട്ടിനകത്ത് ഇങ്ങനെ ഒഴുകി നടക്കുന്നതാണ് കാണുന്നുണ്ട്. അത് ആ വീഡിയോ സാമ്പിളും എനിക്ക് ഇപ്പോഴും യൂട്യൂബിനകത്ത് ഉണ്ടെന്ന്. അതും
ഈ 2 സംഭവങ്ങൾ കണ്ടു. അപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് എൻ്റെ കണക്കൂട്ടെല്ലാം നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന സാധനങ്ങൾ മാത്രമല്ല നമുക്ക് ഏറ്റവും ഉള്ളത്, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സാധനങ്ങളും നമുക്ക് ഏറ്റവും ഉണ്ട്. അപ്പോൾ ഈ ക്യാമറയൊക്കെ ഒരു ഫോണും എല്ലാം ഒരു യന്ത്രമല്ലേ, ഒരു ഉപകരണമല്ലേ. അപ്പോൾ ഇതിനകത്തൂടെ ഇതെല്ലാം കാണാൻ പറ്റുന്നു, പക്ഷെ നമ്മളെ കണ്ണുകൊണ്ട് ഇതൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോഴും നമുക്ക് കാണാൻ പറ്റാത്തത് നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളൊരു ഇതാണെന്ന് എനിക്കുണ്ടായിട്ടുള്ളത്, ഒരു പേഴ്സണൽ അനുഭവം. ഈ സംഭവം നടന്നിട്ട് നമ്മൾ ഈ റോഡിൽ ഇങ്ങനെ ഫോട്ടോ എടുത്ത് അതിനകത്ത് ഈ രൂപം കണ്ടിട്ട് അത് രൂപമല്ല കേട്ടോ, അത് കറക്റ്റ് ഒരു പെണ്ണ് തന്നെയാണ്. നമ്മളെ തന്നെ ആ പെണ്ണ് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അത് കണ്ട ആർക്കാരും പേടി. നമ്മൾ പല കൂട്ടുകാരന്മാരെയും കാണിച്ചു നോക്കി, അവർ ആ ആളെ ഇതെങ്ങനെ സംഭവം എത്തണമെന്ന്. അത് കഴിഞ്ഞ് നമ്മളിതെല്ലാം മറന്നു കഴിഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും അവിടെ വന്നിരുന്ന് സംസാരവും നമ്മളെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ നമ്മളവിടെ വന്നിരിക്കും, നമ്മൾ അതെല്ലാം മറന്നു കഴിഞ്ഞ്. പക്ഷെ അന്ന് ആ ഒരു സംഭവം ഉണ്ട്, അതെങ്ങനെ വന്നെന്ന് നമുക്കൊരു പിടിയില്ല. അത് ഒരു അത്ഭുതം തന്നെയായിരുന്നു അന്ന്. കുറേ നാൾ നമ്മളതിൽ ആ ഫോട്ടോ ഉണ്ടായിരുന്നു, അന്ന് രാത്രി എടുത്ത ഫോട്ടോ ഇല്ലേ, അതുണ്ടായിരുന്നു. ഇപ്പം ഇത്രയും നാളായപ്പോഴത്തേക്ക് ഒരുപാട് ഫോൺ മാറിയപ്പോഴത്തേക്ക് ആ ഫോട്ടോ മിസ്സായിപ്പോയി. ഈ ഒരു സംഭവത്തിന് ശേഷമോ അതിന് മുമ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു അനുഭവം, ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അത് ഒരു ഗോസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് അത്. പല സിനിമകളും കണ്ടിട്ടുണ്ട്, ഈ അല്ലാതുള്ള വീഡിയോസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം അത് ആദ്യമായിട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ലൈഫിലുണ്ടായിട്ടുണ്ട്. ഇത് ഇല്ലാത്ത കാര്യം പറഞ്ഞല്ല, സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്.